കർക്കിടകമാവായിട്ട് ഞാൻ വൈക്കത്തമ്പലത്തിൽ വന്നാട്ടോ. ചെറിയ തിരക്കുണ്ട്. പ്രാതൽ ഊണൊക്കെ കഴിക്കാൻ ആൾക്കാരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ തൊഴുതിട്ട് ഇറങ്ങി. അമ്പലത്തിന്റെ പടിഞ്ഞാറേ ഗോപുരാട്ടോ. ഇവിടെ ഒരു വിശേഷമുണ്ട് കേട്ടോ. ഈ അമ്പലത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലുള്ള വാതില്, പടിഞ്ഞാറേ നടയല്ല, ഈ പടിഞ്ഞാറേ വാതില് കണ്ടോ? ശ്രീകോവിലിന്റെ ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറേ വാതിൽ. ഈ വാതിൽ ഒരു കാലത്തും തുറക്കാറില്ല കേട്ടോ. ഇതെപ്പോഴും അടഞ്ഞാ കിടക്കണം ഈ വാതില്. കാഴ്ച ശീവേലിയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞ ഈ അമ്പലത്തിന്റെ പടിഞ്ഞാറേ വാതില്. ഈ വാതില് നൂറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടക്കുക കേട്ടോ. ഇത് തുറക്കാനേ പറ്റില്ല. അകത്ത് വിത്ത് കെട്ടി അടച്ചേക്കുന്ന പോലെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് വടക്കങ്കൂർ രാജാവും ഊരായ്മക്കാരും തമ്മിൽ അമ്പലത്തിന്റെ അധികാരം ആയിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ നടന്നു. ഹെലികോപ്റ്റർ ഉണ്ടല്ലോ. വെയിലായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തർക്കം നടന്നു. അപ്പോൾ എന്താ വെച്ചാല്, അമ്പലത്തില് പണ്ട് പെരുന്തമൃത് എന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷപ്പെട്ട ഒരു പൂജ നടത്തണമായിരുന്നു. ഒരുപാട് ചെലവും പണച്ചെലവൊക്കെ വരുന്ന ഒരു സംഭവമാട്ടോ. അപ്പോ വടക്കങ്കൂർ രാജാവും ഊരായ്മക്കാരും തമ്മിലുള്ള മത്സരമായിരുന്നു. അപ്പോൾ പണ്ട് പെരുന്തമൃത് എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് നടത്താനുണ്ടായിരുന്നു. ഒരുപാട് ചെലവ് വരുന്ന, ഒരുപാട് ഭക്ഷണ സാധനങ്ങളും നിവേദ്യങ്ങളും ഒക്കെ വെച്ച് ചെയ്യുന്ന ഭയങ്കര വലിയൊരു ചടങ്ങായിരുന്നു. അപ്പോൾ രാജാവിന്റെ കൂടെ കുറച്ച് ഊരായ്മക്കാർ രാജാവിന്റെ കൂടെ ചേർന്ന് എന്നിട്ട് അപ്പോൾ അവരെല്ലാരും കൂടെ ഈ പൂജ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. രാജാവിന്റെ കൂടെ ചേരാത്ത ഊരായ്മക്കാർക്കൊക്കെ അതിന് ദേഷ്യമായി. ഇത് പഴയ സർപ്പത്തറയാട്ടോ, പഴയ സർപ്പത്തറയാ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും അവരത് മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അവര് ഞള്ളിൽ തിരുമേനി എന്ന് പറഞ്ഞിട്ടൊരു, ഞള്ളിൽ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു നമ്പൂതിരിയുടെ ഇല്ലത്തെ യോഗം കൂടുകയും അവര് തമ്മിൽ ഇത് മുടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇയാളെ ചട്ടം കെട്ടി. അപ്പോൾ ഈ തിരുമേനി എന്നിട്ട് എന്ത് ചെയ്തു, ഉച്ചപൂജ സമയത്താണ് ഇത് നടത്താറ്, ഇതിന്റെ നിവേദ്യം പൂജയൊക്കെ. അപ്പൊ അങ്ങേര് പടിഞ്ഞാറേ വാതിലിൽ കൂടെ അകത്തോട്ട് കയറിട്ട് നിവേദ്യം വെച്ചിരുന്ന സ്ഥലത്തിട്ട് ആള് മുറുക്കി തുപ്പി. അപ്പോഴേക്കും നിവേദ്യമൊക്കെ അശുദ്ധിയാകുകയും ചെയ്ത്. അപ്പൊ തന്നെ അവിടെ വാതിലിന്റെ മുകളിൽ നിന്ന് ഒരു പാമ്പ് വന്നിട്ട് ഇയാളെ കൊത്തി. ഇയാളാണെങ്കിൽ മരിച്ചും പോയി. എന്നിട്ട് അകത്തുനിന്ന് ഒരു അശരീരി കേട്ട്, ഈ വാതിൽ മേലെ തുറക്കരുത്, അടച്ചിടണം എന്ന് പറഞ്ഞിട്ടൊരു അശരീരിയും കേട്ടു. അന്ന് അടച്ചതാണ് ഈ വാതില്. അതിനുശേഷം ഈ വാതില് തുറന്നിട്ടില്ല. ഇതാണ് ഇതിന്റെ ഐതിഹ്യം. ചീവേലിയായിരുന്നു. അവര് ചുറ്റി വന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വാതിലിന്റെ ഐതിഹ്യം. അതിനുശേഷം ഈ വാതില് തുറന്നിട്ടില്ല.
അപ്പോൾ ഇതാണ് ആ വാതിലിന്റെ ഐതിഹ്യം. ഓക്കെ, ശിവല് പിന്നെ വന്ന് അതായത് മാറിയിരിക്കുമായിരുന്നു. ഇത് അമ്പലത്തിന്റെ പത്തായപ്പുരയാണ്. ഇത് ധാന്യപ്പുര. ഇതിനകത്താന്ന് തോന്നുന്നു അരി സമ്മാനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന. ഞാൻ പണിച്ചിക്കാടിൻ്റെ അവിടെ കേട്ടോ വെക്കണം. ഇതാണ് പഴയ ആൽത്തറ. ആൽത്തറയല്ല, പഴയ സർപ്പത്തറ. ഇപ്പം സർപ്പത്തറ മാറ്റിയിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, ചൂടുണ്ട്. എന്നിട്ട് കാലൊക്കെ പൊള്ളും കേട്ടോ, നല്ല വെയിലായി. ഞാനിപ്പോൾ പതുക്കെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.